നമുക്കിവിടെ ഒരു ട്രിഗ്നോമെട്രിയുടെ നല്ലൊരു ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത് തന്നെ പറയാം. നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് എ സ്ക്വയർ ദെൻ ദ വാല്യൂ ഓഫ് സീക് തീറ്റ പ്ലസ് ടാൻ ക്യൂബ് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന റിലേഷൻ ഒന്ന് സോൾവ് ചെയ്യണം. നമുക്ക് ഈ തന്നിരിക്കുന്ന റിലേഷനെ സീക് തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 ബൈ കോസ് തീറ്റ ആണത്. സോ 1 ബൈ കോസ് തീറ്റ പ്ലസ് ടാൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ. ഇനി ക്യൂബ് ഉണ്ടായതുകൊണ്ടാണ് നമുക്കിവിടെ സൈൻ ക്യൂബെന്നും കോസ് ക്യൂബെന്നും വരും. അത് കൂടാതെ നമുക്ക് കൂടെ കൊസീക് തീറ്റ കൂടി ഉണ്ട്. സോ കൊസീക് തീറ്റ ഇൻഡ്യൂൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ബൈ സൈൻ തീറ്റ ആണ് അതെന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൈൻ തീറ്റയും ഇവിടുത്തെ ഒരു സൈൻ ക്യൂബിൽ നിന്ന് ഒരു സൈൻ തീറ്റ ക്യാൻസൽ ആയിട്ട് നമുക്ക് ബാക്കി സ്ക്വയർ ആയിരിക്കും അവിടെ ബാക്കി വരുന്നത്. സോ ഇനി അവിടെ ബാക്കിയുള്ളതെല്ലാം കൂടി നമ്മളൊന്ന് ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും 1 ബൈ കൊസീക് തീറ്റ ഉണ്ട് നമുക്ക്, 1 ബൈ കോസ് തീറ്റ ഉണ്ട് നമുക്കവിടെ. അത് കൂടാതെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് ക്യൂബ് തീറ്റ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയും 1 ബൈ കോസ് തീറ്റ ഉണ്ട്, ഇവിടെയും താഴെ ഒരു കോസ് അഡീഷണൽ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് 1 ബൈ കോസ് തീറ്റ ഒന്ന് കോമൺ എടുക്കുകയാണെങ്കിൽ 1 ബൈ കോസ് തീറ്റ കോമൺ എടുത്താൽ നമുക്കവിടെ ബാക്കി വരുന്നത് 1 പ്ലസ് നമുക്കവിടെ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ബാക്കി വരും. ആൻഡ് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്താണ്? ടാൻ സ്ക്വയർ തീറ്റ ആണ്. സോ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് അവിടെ നിന്ന് വരും. ഇനി 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെന്ന് പറയുന്ന ആ ഒരു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സി സ്ക്വയർ തീറ്റ ആണ് അതെന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാലും എന്താണ്? അതും സീക് തീറ്റ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സീക് തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ നമുക്കത് സീക് ക്യൂബ് തീറ്റ എന്ന് വരും. സീക് ക്യൂബ് തീറ്റ എന്ന് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ റിലേഷൻ അറിയാമായിരിക്കും. നമ്മൾ ഈ ഒരു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റനെ സീക് സ്ക്വയർ തീറ്റ എന്ന് എഴുതുന്നത് നമുക്ക് ഒരു റിലേഷൻ ഉണ്ട് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബേസിക് റിലേഷൻ എഴുതുവാണെങ്കിൽ അതിന്റെ ബേസിക് റിലേഷൻ എന്ന് പറയുന്നത് സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള ബേസിക് റിലേഷനിൽ നിന്നാണ് നമ്മൾ അത് എഴുതുന്നത്. നമുക്ക് ഇവിടുന്ന് ആക്ച്വലി സീക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും. സോ ആ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം സീക് സ്ക്വയർ തീറ്റ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സീക് സ്ക്വയർ തീറ്റ കിട്ടി. ഇനി നമുക്കിവിടെ തന്നേക്കുന്നത് ഒരു വാല്യൂ തന്നിട്ടുണ്ട്, നമുക്കിവിടെ റിലേഷൻ തന്നിട്ടുണ്ട് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന 1 പ്ലസ് എ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റിലേഷൻ നമുക്കൊന്ന് യൂസ് ചെയ്യാം. ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് എ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിപ്പോൾ ഈ പറഞ്ഞ അതേ ഫോർമുല വെച്ച് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു റിലേഷൻ കൂടി എടുക്കാൻ പറ്റും. നമുക്കിവിടെ ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ റൈറ്റ് സൈഡിൽ വന്നിട്ട് 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു അടുത്തൊരു റിലേഷൻ കിട്ടും. സി സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു 1 മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു -1 ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് സീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2 മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഈ ചോദിച്ചിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സീക് ക്യൂബ് തീറ്റ ആണ്. ആൻഡ് ഇവിടുന്ന് നമുക്ക് തന്നേക്കുന്ന റിലേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2 മൈനസ് എ സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ ആദ്യം തന്നെ നമ്മളിവിടെ സീക് തീറ്റ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സംഭവത്തിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം 2 മൈനസ് എ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടിനെ നമുക്ക് 1/2 എന്ന് എഴുതാം പവറിൽ. ഇനി നമുക്ക് എന്താ വേണ്ടിയത്? ക്യൂബ് അല്ല വേണ്ടിയത്. അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്ന റിലേഷന്റെ ആൻസർ സീക് ക്യൂബ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്യൂബ് എടുക്കുമ്പോൾ സീക് ക്യൂബ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ ക്യൂബും കൊണ്ടുവരണം. സോ ഇവിടെ നമ്മൾ പവറിൽ ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 മൈനസ് എ സ്ക്വയർ റേസ് ടു ക്യൂബ് പിന്നെ /2 ഓൾറെഡി ഉണ്ടായിരുന്നു. സോ 3/2 1/2 എന്നുള്ളത് ക്യൂബ് കൂടി വരുമ്പോൾ 3/2 എന്ന് വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 മൈനസ് എ സ്ക്വയർ റേസ് ടു 3/2 എന്ന ആൻസർ വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ തേർഡ് ഓപ്ഷൻ 2 മൈനസ് എ സ്ക്വയർ റേസ് ടു 3/2 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചിരുന്നത് എന്ന് തന്നെ പറയാം. വലിയ ഡിഫിക്കൽട്ട് അല്ല, ബട്ട് ഡെഫിനറ്റ്ലി അവിടെ കുറേ ആലോചിച്ച് പ്രോപ്പർ സ്റ്റെപ്സ് യൂസ് ചെയ്ത് തന്നെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പെട്ടെന്ന് ആൻസർ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഇതിൽ നിന്ന് തന്നെ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്.